സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്ക പരിഹാരത്തിനുള്ള ചർച്ചകൾ തുടങ്ങി. മേജർ ആർച്ച് ബിഷപ്പ് വികാരി മാർ ജോസഫ് പാംപ്ലാനിയും പ്രാർത്ഥനായജ്ഞമിരിക്കുന്ന വൈദികരുമായാണ് ചർച്ച നടത്തുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിലാണ് ചർച്ച. ഷീന മാർട്ടിനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളൊപ്പം ചേരുന്നത്. ഷീന, സങ്കീർണമായ പ്രശ്നങ്ങൾക്കൊടുവിൽ ഒരു ചർച്ചയിലൂടെ പരിഹാരം കാണാം എന്നുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ചർച്ച പുരോഗമിക്കുകയാണ്. തീർച്ചയായും ലാൽകൃഷ്ണ, ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എറണാകുളം ബിഷപ്പ് ഹൗസിൽ പാംപ്ലാനിയും പ്രാർത്ഥനായജ്ഞം നടത്തി വന്ന 21 വൈദികരും തമ്മിലുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞയാഴ്ച നടന്ന ചർച്ചയിലായിരുന്നു ഒരു ഏകദേശ രൂപത്തിലെത്തിയത്. അതായത് ആ ചർച്ചയിലായിരുന്നു പ്രാർത്ഥനായജ്ഞം നടത്തി വന്ന 21 വൈദികരും സമരം അവസാനിപ്പിച്ചത്. അവർ സമരം അവസാനിപ്പിച്ച് തിരിച്ചു പോയത്. ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്, സമവായത്തിൻ്റെ സാധ്യതകളിലേക്ക് കാര്യങ്ങൾ തെളിഞ്ഞത് കഴിഞ്ഞ ആഴ്ച തന്നെ നടത്തിയ ചർച്ചയിലായിരുന്നു. എറണാകുളം ജില്ലാ കളക്ടർ ഔദ്യോഗിക വിഭാഗമായും അതിരൂപത സംരക്ഷണ സമിതിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ പ്രതിഷേധം നടത്തിയ വൈദികരുമായി പാംപ്ലാനി ഒരു ചർച്ചയ്ക്ക് തന്നെ തയ്യാറായത്. ആ ചർച്ചയിലായിരുന്നു വൈദികരുടെ ആവശ്യങ്ങൾ ഇവർ അംഗീകരിച്ചത്. പാംപ്ലാനി ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ആ ചർച്ചയ്ക്ക് ഒടുവിൽ വൈദികർ ഇവിടുന്ന് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറെടുക്കുകയും ആയിരുന്നു. അതേപോലെ തന്നെ ഈ മാസം 20-ന് മുൻപ് തന്നെയായിട്ട്, അതായത് ഇന്നലേക്ക് മുൻപായി ഇവിടെയുള്ള ഈ ബാരിക്കേഡുകളെല്ലാം തന്നെ മാറ്റുമെന്നും ഈ ബിഷപ്പ് ഹൗസ് വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നിലവിൽ നമുക്ക് കാണാം, ഇവിടെ ബാരിക്കേഡുകളൊന്നും തന്നെയില്ല. ആ ബാരിക്കേഡുകളെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായിരുന്ന അത്ര അധികം സുരക്ഷാ സംവിധാനങ്ങളില്ല. പൂർണ്ണമായും ബിഷപ്പ് ഹൗസ് വിശ്വാസികൾക്കും വൈദികർക്കുമായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതൊരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതായത് ഇത്രയും നാളും വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടെ തന്നെ പ്രവർത്തിച്ചിരുന്ന ബിഷപ്പ് ഹൗസ് ഇപ്പോൾ അത് പൂർണ്ണമായും പോലീസ് വിമുക്തമാക്കാനായിട്ട് ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായും ബിഷപ്പ് ഹൗസ് മാറ്റാനായിട്ട് അധികൃതർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയിൽ ഒരു ശുഭപ്രതീക്ഷ നൽകുന്നത്. ചർച്ച കഴിഞ്ഞിറങ്ങുമ്പോൾ അത് അതിരൂപതയിലെ കുർബാന തർക്കത്തിന് വലിയൊരു തർക്ക പരിഹാരം കാണാനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ലാൽകൃഷ്ണ, സമവായ ചർച്ച പുരോഗമിക്കുകയാണ്. സമവായത്തിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത്.